അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബ്ലു ഫനസിയ വലം നജിദ് ലഹു അസ്മാ. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى. إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى. فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى. فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى ثم اجتباه ربه فتاب عليه وهدى. قال اهبطا منها جميعا بعضكم لبعض عدو فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ ഓരോരുത്തരെയും പടച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും സുഖകരമായി ജീവിക്കുവാൻ പാകത്തിൽ ഈ പ്രപഞ്ചത്തെ ഒരുക്കിത്തന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ആയത്തുകൾ അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ കൽപ്പനകൾക്കനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട്
തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ നിൻ്റെ വാക്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ എളിയ ശ്രമങ്ങളെ വിജയിപ്പിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. സൂറത്ത് ത്വാഹ 114 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ അവസാനമായി ചർച്ച ചെയ്തിരുന്നത്. അതിൽ അവസാനം പറഞ്ഞുകൊണ്ടിരുന്നത് പരലോകത്തെ ദൃശ്യങ്ങളാണ്. ഈ ദുനിയാവിൽ ഏറെക്കാലം ദീർഘകാലം ജീവിച്ച ആളുകൾ മരണാനന്തരം പുനരുത്ഥാന സന്ദർഭത്തിൽ വീണ്ടും അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ ഒരു കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട്, യാഥാർത്ഥ്യം. അത് മറ്റൊന്നുമല്ല, ഈ ദുനിയാവിൻ്റെ നിസ്സാരത അപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുക. ദീർഘകാലം പതിറ്റാണ്ടുകൾ ഈ ഭൂമിയിൽ ജീവിച്ച ആളുകൾ അവിടെ വെച്ച് പറയുകയാണ്, ഞങ്ങൾ ദുനിയാവിൽ കുറച്ച് കാലം ജീവിച്ചിട്ടുള്ളൂ. യൗമൻ ഔ ബഅദ യൗം ഇല്ല അഷ്റ. പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ചില ആളുകൾ പറയും 10 ദിവസങ്ങളാണ് ഞങ്ങളിവിടെ താമസിച്ചത്. വേറെ ചില ആളുകൾ പറയും 1 ദിവസം അല്ല, 1 ദിവസത്തിൻ്റെ കുറച്ച് ഭാഗം എന്നൊക്കെ പറയുന്ന അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് പറയേണ്ടായി. അന്ന് ആ ദിവസം അതിൻ്റെ ഭീകരത, ഭയാനകത പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു പറഞ്ഞു, അന്ന് പർവ്വതങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അത് ധൂളി കണക്കെ പറത്തപ്പെടുന്ന, ഭൂമി അല്ലാതെയാക്കി മാറ്റപ്പെടുന്ന ഒരു സന്ദർഭത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ അന്ന് യൗമഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറദിയ ലഹു ഖൗല. ഒരിക്കലും തന്നെ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ലാത്ത ആർക്കും ഷഫാഅത്ത്, ശുപാർശ ഉപകരിക്കപ്പെടാത്ത ഒരു നാളിനെ സംബന്ധിച്ച്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമ. ശുപാർശ ആവശ്യപ്പെടുക, അള്ളാഹുവിന് ശുപാർശയുടെ ആവശ്യമില്ല. സാധാരണഗതിയിൽ ഷഫാഅത്ത് വേണ്ടി വരിക അള്ളാഹുവിന് പരിചയമില്ലാത്ത ഏതെങ്കിലും ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് വേറെ ആൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ പടച്ച റബ്ബ് അറിയുന്ന അത്ര ഒരാൾക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അറിയാൻ കഴിയില്ല. അള്ളാഹു അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അറിയുന്ന അത്ര എന്നല്ല, അള്ളാഹു അറിയാത്തൊരു കാര്യവുമില്ല. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും പൂർണ്ണമായിട്ട് അറിയുന്ന യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവരുടെ മുന്നിലുള്ളത്, അവരുടെ ഭാവിയും അവരുടെ ഭൂതവും എല്ലാം തന്നെ അറിയുന്നവനാണ് അള്ളാഹു. വലാ യുഹീതൂന ബിഹി ഇൽമ. അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് ഇവർക്ക് യാതൊന്നും അറിയുകയില്ലതാനും. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമ. മാത്രമല്ല, അന്ന് മുഖങ്ങളൊക്കെ അനത്തിൽ വുജൂഹു, കീഴ്പ്പെടും, പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വഴിപ്പെടുകയാണ്. വഖദ് ഖാബ മൻ ഹമല ദുൽമ. പക്ഷേ അന്ന് ലുൽമ് വഹിച്ച ആൾ, അതിക്രമം പേറിയ ആൾ, ഖാബ, പരാജയപ്പെട്ടത് തന്നെ എന്നുകൂടി പറഞ്ഞു. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി വഹുവ മുഅ്മിനുൻ ഫലാ യഖാഫു ദുൽമൻ വലാ ഹളുമ. ഈ ദുനിയാവിൽ വളരെ സാഹസപ്പെട്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച വിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനീതിയും അക്രമവും ഭയപ്പെടേണ്ടതില്ല. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ വസറഫ്നാ ഫീഹി മിനൽ വഈദ് ലഅല്ലകും യത്തഖൂന ഔ യുഹ്ദിസു ലകും ദിക്റ. 113 ആയത്തിൽ നമ്മളങ്ങനെ പറഞ്ഞിരുന്നത്. ആ പ്രഭാഷണം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ഇതാ ഖുർആൻ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. സുവ്യക്തമായ അറബി ഭാഷയിലാണ്. അതിൽ പല രൂപത്തിൽ സറഫ്നാ ഫീഹി മിനൽ വഈദ്, താക്കീതുകൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെയൊക്കെയാണോ മനസ്സിലാക്കാൻ സാധിക്കുക ആ രൂപങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ലഅല്ലകും യത്തഖൂൻ ഔ യുഹ്ദിസു ലകും ദിക്റ. എന്തിനാണ് ഖുർആൻ അല്ലാഹു ഇറക്കിയത്? ലഅല്ലകും യത്തഖൂന, ആളുകൾക്ക് തഖ്വ ഉണ്ടാകുവാൻ, സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടിയിട്ടാണ്. ഔ യുഹ്ദിസു ലകും ദിക്റ, അല്ലെങ്കിൽ ഒരു ബോധം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥ രാജാതിരാജനായ അള്ളാഹു അത്യുന്നതനാണ്. വല തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ൽ അൻ യുഖ്ളാ ഇലൈക വഹീഹു. എന്നിട്ട് റസൂലിനോട് സമാധാനിപ്പിച്ചുകൊണ്ട് പറയാണ്, വഹീ ഇറങ്ങുന്നതിന് മുമ്പ് അത് പെട്ടെന്ന് ധൃതി കൂട്ടിയിട്ട് നീ ഓതാൻ വേണ്ടിയിട്ട് മെനക്കെടേണ്ടതില്ല. വഖുർ റബ്ബി സിദ്നി ഇൽമ, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ റബ്ബേ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരിക, റബ്ബി സിദ്നി ഇൽമ എന്ന് പ്രാർത്ഥിക്കുക എന്നാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത്. ഖുർആൻ അവതരിപ്പിച്ചത് ആളുകൾക്ക് തഖ്വ ഉണ്ടാകുവാനാണ്, സൂക്ഷ്മതയുള്ളവരാകുവാനും
ബോധമുള്ളവരാകുവാനും വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ളൊരു ബോധത്തിൽ നിന്ന്, സൂക്ഷ്മതാബോധത്തിൽ നിന്ന്, തഖ്വയിൽ നിന്ന് നിരന്തരമായിട്ട് നമ്മെ തിരിപ്പിച്ച് കളയുന്ന, തെറ്റിച്ച് കളയുന്ന ഒരു ശക്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത് മനുഷ്യാരംഭം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തുകളിൽ സൂചിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബ്ലു ഫനസിയ വലം നജിദ് ലഹു അസ്മാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമ, ആദ്യത്തെ മനുഷ്യൻ. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിക്കാൻ ആരംഭിക്കുകയാണ് ആദമിലൂടെ. ആ സന്ദർഭത്തിൽ മനുഷ്യൻ്റെ ആരംഭത്തിൽ തന്നെ എന്ത് സംഭവിച്ചു, എന്താണ് മനുഷ്യനോട് നാം പറഞ്ഞിരുന്നത്, പിന്നെ എങ്ങനെയാണ് അവൻ തെറ്റിപ്പോയത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്നുകൂടെ വിശദമാക്കുക. ഇതിനു മുമ്പ് വിശുദ്ധ ഖുർആൻ 5-6 സ്ഥലങ്ങളിൽ ഇതേ സംഗതി പറഞ്ഞിട്ടുണ്ട്. സൂറ അൽ ബഖറയിലുണ്ട്, അൽ അറാഫിൽ വന്നിട്ടുണ്ട്, അൽ ഹിജറിൽ വന്നിട്ടുണ്ട്, അതുപോലെ അൽ ഇസ്രായിലും അൽ കഹ്ഫിലും ഒക്കെ തന്നെ ആദമിൻ്റെ കഥ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ അത് വീണ്ടും ഉദ്ധരിക്കുന്നു. വെറുതെ പറയല്ല, വെറുതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആദമിൻ്റെ കഥ പറയല്ല. ഓരോ സന്ദർഭത്തിലും അതിന് യോജിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അവിടേക്ക് കണക്ട് ചെയ്തിട്ട് അത് പറയാം. ഇവിടെ പറയുന്നല്ലോ, തൊട്ട് മുമ്പ് പറഞ്ഞ ഖുർആൻ, അത് നിങ്ങൾക്ക് തഖ്വയുള്ളവരാകുവാൻ വേണ്ടി, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയിട്ട്, സൂക്ഷ്മതാബോധമുണ്ടാകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബോധമുദിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ എന്ന് പറഞ്ഞു. പക്ഷേ ആ ബോധത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഏതുപോലെ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇബ്ലീസ് അന്ന് എങ്ങനെയാണോ വഴികേടിലാക്കിയത്, അതുപോലെ സാധ്യതകളുണ്ട് എന്നുള്ളതിലേക്ക് സൂചിപ്പിക്കുകയാണ്. വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബ്ൽ. വലഖദ് അഹിദ്നാ ഇലാ ആദം. അഹിദ് നമ്മൾ പഠിച്ച വാക്കാണ്. കരാർ എന്ന് പറയും. കൃത്യമായിട്ട് വളരെ ശക്തമായിട്ട് ഉപദേശത്തിന് പറയും. ശാസന എന്നുവെച്ചാൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥമായ ശാസനക്ക അഹിദ് എന്ന് പറയാം. വലഖദ് അഹിദ്നാ ഇലാ ആദം. നിശ്ചയമായും ആദമിനോട് നാം കരാർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശാസന നൽകിയിട്ടുണ്ട്, വളരെ ശക്തമായ ഭാഷയിൽ ഉപദേശം കൊടുത്തിട്ടുണ്ട്. മിൻ ഖബ്ൽ, നേരത്തെ തന്നെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ മനുഷ്യനായ ആദമിന് തന്നെ നാം കൃത്യമായിട്ടുള്ള ഒരു കരാർ അല്ലെങ്കിൽ ഒരു ശാസന നൽകിയിട്ടുണ്ടായിരുന്നു. ഫനസിയ, ആ ശാസന എന്ത് എന്നിവിടെ പറയുന്നില്ല, നമുക്ക് നോക്കാം. ഫനസിയ, പക്ഷേ അദ്ദേഹം അത് മറന്നുപോയി. നസിയ, വിസ്മരിച്ചു കളഞ്ഞു. വലം നജിദ് ലഹു അസ്മ. മാത്രമല്ല വലം നജിദ് ലഹു, നാം അദ്ദേഹത്തിൽ കണ്ടില്ല. വജദ യജിദ് എന്ന് പറഞ്ഞാൽ കാണുക. വലം നജിദ് ലഹു, അദ്ദേഹത്തിന് നാം കണ്ടില്ല അസ്മ. അസ്മ് എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം, സ്ഥിരചിത്തത, മനക്കരുത്ത്, അതിനൊക്കെ പറയും അസ്മ്, ഉറപ്പ്, അല്ലേ? ഉലുൽ അസ്മ് എന്ന് ചില പ്രവാചകരെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഖുർആൻ. ഉലുൽ അസ്മ്, വളരെ നിശ്ചയദാർഢ്യത്തിൻ്റെ. വലം നജിദ് ലഹു അസ്മ, ഇദ്ദേഹത്തിൽ നാം നിശ്ചയദാർഢ്യം കണ്ടില്ല. എന്താ പറഞ്ഞു നോക്ക്, ആയത്തിൻ്റെ അർത്ഥം കൂടി നോക്ക്. വലഖദ് അഹിദ്നാ ഇലാ ആദം, ആദമിന് നാം കരാർ നൽകി, അല്ലെങ്കിൽ നാം ശാസന നൽകി. മിൻ ഖബ്ൽ, നേരത്തെ തന്നെ. ഫനസിയ, പക്ഷേ അദ്ദേഹം അത് മറന്നു. വലം നജിദ് ലഹു അസ്മ, അദ്ദേഹത്തിൽ നാം സ്ഥിരചിത്തത അല്ലെങ്കിൽ നിശ്ചയദാർഢ്യം കണ്ടില്ല എന്നാണ്. എന്താണ് ആദമിനോട് ചെയ്ത കരാറ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ ബഖറയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? അല്ലാഹു ഫഖുൽനാ ലി ആദം, ആദമിനോട് അല്ലാഹു പറയുന്നുണ്ട്, ഖുൽനാ ആദമ ഉസ്കുനു അൻത വ സൗജുക ഫിൽ ജന്ന വകുലാ മിൻഹാ ഹൈസു ശിഅ്തും റഗദ വലാ തഖ്റബാ ഹാദിഹി ഷജറ ഫതകൂന മിനൽ ളാലിമീൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോടും പത്നി ഹവ്വ അലൈഹിസ്സലാത്ത് അവരോടും കൂടി പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്, നിങ്ങൾ ഈ സ്വർഗത്തിൽ താമസിച്ചുകൊള്ളുക, ഉസ്കുൻ, ഈ സ്വർഗത്തിൽ താമസിക്കുക, വലാ തഖ്റബ ഹാദിഹി ഷജറ, എന്നിട്ട് മാത്രമല്ല കുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷിച്ചുകൊള്ളുക, ഒക്കെ നിങ്ങൾക്ക് തിന്നാനുള്ളതാണ്, ഈ സ്വർഗത്തിലുള്ളതാണ്. പക്ഷേ വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ ഒരു മരത്തെ നിങ്ങൾ സമീപിക്കരുത്, ഇതിനടുത്തേക്ക് വരരുത്. വലാ തഖ്റബ ഹാദിഹി ഷജറ ഫതകൂന മിനൽ ളാലിമീൻ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ലാലിമുകളുടെ കൂട്ടത്തിൽ, അതിക്രമകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നുള്ളതാണ് നൽകിയിരുന്ന താക്കീത്. ആ താക്കീത് ഇദ്ദേഹം മറന്നുപോയി. ഫനസിയ, ഇങ്ങനെ കാര്യം പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ
ഏത് സമയത്ത് ഇത് പറയുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇനി അടുത്ത ആയത്തിൽ വരുന്നത്. ഫനസിയ വലം നജിദ് ലഹു അസ്മ എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ. വഇദ് ഖുൽനാ ലിൽ മലായിക, എന്താണ്? മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്ത്? ഉസ്ജുദൂ ലി ആദം, ആദമിന് നിങ്ങളെല്ലാവരും സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഫസജദൂ, അത് പറയേണ്ട താമസം അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. അബാ, അയാൾ ധിക്കരിച്ചു, വിസമ്മതിച്ചു. അബാ, വിസമ്മതിച്ചു. ഇത് നേരത്തെ നടന്ന സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമെ സൃഷ്ടിച്ചു. അതാണ് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ എന്നൊക്കെ മലക്കുകൾ ചോദിക്കുന്നുണ്ട്. സൂറ അൽ ബഖറയിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളെ സൃഷ്ടിക്കുന്നതൊക്കെ വെച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആദമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാര്യമൊക്കെ സൃഷ്ടിച്ച് ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം പറഞ്ഞു ഉസ്ജുദൂ ലി ആദം, ഇനിതാ നിങ്ങൾ ഈ ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. എല്ലാവരും സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാഹുവിന് മാത്രം നിർവഹിക്കേണ്ട ഒരു പണിയാണ് സുജൂദ്. പക്ഷേ അള്ളാഹു തന്നെ പറയാണ് നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക. അള്ളാഹു പറഞ്ഞിട്ട് ആദമിനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ശരിക്കും ആ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹുവിന് തന്നെയാണ് ആ സുജൂദ്, അള്ളാഹുവിനെ അനുസരിക്കുക ചെയ്യുന്നത്. ഉസ്ജുദൂ ലി ആദം, അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും സുജൂദ് ചെയ്തു, മലക്കുകളെല്ലാം. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അത് അള്ളാഹു ചോദിക്കുന്നു. വിശദാംശം ഇവിടെ പറയുന്നില്ല. വേറെ സൂറത്തുൽ അറാഫ്, അൽ ബഖറ, എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും പറയൂല. അവിടെ ആ സന്ദർഭത്തിന് പറ്റിയതാ പറയാം. ഇവിടെ ഇതിനു വേണ്ടി ഇവിടെ ഊന്നേണ്ട കാര്യമാണ് ഇവിടെ ഊന്നിയിരിക്കുന്നത്. അപ്പോൾ ഇബ്ലീസിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹു മാ മനഅക അല്ലാ തസ്ജുദ് ഇത് അമർത്തു, ഞാൻ നിന്നോട് പറഞ്ഞ സമയത്ത് എന്തേ നീ സുജൂദ് ചെയ്യാതിരുന്നത്, വിസമ്മതിച്ചത് എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മറുപടിയുണ്ട്, ഇബ്ലീസിൻ്റെ മറുപടിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ. ഞാൻ വെറുതെ ചെയ്യാതിരുന്നൊന്നുമല്ല, ഞാൻ എന്തിനു ചെയ്യണം? നീ എന്നെ സൃഷ്ടിച്ചത്, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. അന ഖൈറും മിൻഹു, അവനേക്കാൾ ശ്രേഷ്ഠനാണ്, ഉത്കൃഷ്ടനാണ്. എന്നെ നീ സൃഷ്ടിച്ചത് അഗ്നിയിൽ നിന്നാണ്, തീ കൊണ്ടാണ്. ഇവനെ ആവട്ടെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നുമാണ്. ഇബ്ലീസ് സ്വയം തീരുമാനിച്ചു മണ്ണ് തീയേക്കാൾ മോശമാണ്, അതുകൊണ്ട് എൻ്റെ തറവാടാണ് നല്ലത്, മറ്റേ ആൾ ഒന്നിനും പറ്റാത്തതാണ് മൂപ്പര് തീരുമാനിച്ചിട്ട് ചെയ്യാതിരുന്നതാണ്. അതിന് ന്യായവും പറഞ്ഞു. എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മുമ്പിൽ ഇവരോടൊക്കെ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് മനുഷ്യർ ഇവരെക്കാൾ എല്ലാവരും ശ്രേഷ്ഠരാണ് എന്ന് കാണിക്കാനാണ്. ഇവരെക്കാളെല്ലാം ശ്രേഷ്ഠരാണ്. മലക്കിനേക്കാൾ ശ്രേഷ്ഠമായ പദവിയിലേക്ക് മനുഷ്യന് ഉയരാൻ കഴിയും. കാരണം തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടും തിന്മയിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടും പടച്ചറബിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കും. മലക്കിനേക്കാൾ ഉന്നതമായ പദവിയാണ് കിട്ടുക. മലക്കിന് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അള്ളാഹു എന്ത് പറയുന്നോ അതങ്ങനെ തന്നെ അനുസരിക്കാനേ മലക്കുകൾക്ക് കഴിയൂ. പക്ഷേ തെറ്റ് ചെയ്യാൻ പൂർണ്ണമായി സ്വാതന്ത്ര്യമുണ്ടായിട്ട് പോലും ചെയ്യാതെ അള്ളാഹുവിന് വഴിപ്പെടുന്ന ആൾ മലക്കിനേക്കാൾ ഉയർന്ന പദവിയിലെത്തും. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയായ മനുഷ്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ശ്രേഷ്ഠ സൃഷ്ടിയോ, എന്നെക്കാളും വലുത് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് അഹങ്കരിച്ച് നിന്ന ആളാണ് ജിന്നിൽപ്പെട്ട ഇബ്ലീസ്. ആ ഇബ്ലീസ് പറഞ്ഞു അന ഖൈറും മിൻഹു, ഞാനാണ് ഇവനേക്കാളൊക്കെ എത്രയോ ഉത്തമൻ എന്ന് പറയുക മാത്രമല്ല ഒരു വെല്ലുവിളി കൂടെ നടത്തിയിട്ടുണ്ട്. അത് സൂറ അൽ അറാഫിലും ഒക്കെ പറയുന്നുണ്ട്. എന്താ വെല്ലുവിളി? നീ വലിയ ശ്രേഷ്ഠനാക്കിയ മനുഷ്യണ്ടല്ലോ, ഓൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. നിനക്ക് കാണാം, ഇവനല്ലേ നീ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്നു, ഇവൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആയുസ് തരണം. നീ അന്ത്യനാൾ വരെ എന്നെ നീ വിടുകയാണെങ്കിൽ, എനിക്ക് ആയുസ് നൽകുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇവരിൽ എത്ര പേര് പിന്നെന്താണ് ഞാൻ അവരുടെ പിന്നാലെ കൂടും. ഫി സിറാത്തക്കൽ മുസ്തഖീം, നിൻ്റെ ശരിയായ വഴിയിൽ അഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, അവർക്ക് വേണ്ടിയിട്ട് ആ നേരായ വഴിയിൽ ഞാൻ കാത്തിരിക്കും. സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തൂടെയും ഇടതുഭാഗമൊക്കെ ഞാൻ അവരെ സമീപിക്കും. നിനക്ക് വളരെ കുറച്ചാളുകളെ ഷാക്കിറുകളായിട്ട് കാണാൻ കഴിയൂ എന്ന് വെല്ലുവിളി നടത്തുന്നുണ്ട്. അങ്ങനെ വെല്ലുവിളിച്ച ആ സന്ദർഭം അതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. വലഖദ് അഹിദ്ന ഇല ആദമ മിൻ ഖബ്ൽ ഫനസിയ വലം നജിദ് ലഹു അസ്മ. അങ്ങനെ വെല്ലുവിളി നടത്തിയ ഇബ്ലീസ് ആദ്യത്തെ പണി ഒപ്പിക്കുന്നത് ആദമിനോട് തന്നെയാണ്.
അതിലേക്കാണ് സൂചന. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ ഫഖുൽനാ യാ ആദമു ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖാ. അപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനോട് പറഞ്ഞു, കരുതിക്കോ, നിൻ്റെ ശത്രുവാണിത്. ഈ ഇബ്ലീസ് പരസ്യമായിട്ട് ധിക്കരിച്ചു. ഞാൻ കാണിച്ചു തരാം, ഇവരെ മുഴുവൻ ആളുകളെയും ഞാൻ വഴികേടിലാക്കും, കുറച്ച് ആളുകളല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു ആദമിനോട് അപ്പം തന്നെ പറഞ്ഞു കൊടുത്തു. എന്ത്? ഫഖുൽനാ യാ ആദം, ഞാൻ പറഞ്ഞു, യാ ആദം, ഹേ ആദം, ഇന്ന ഹാദാ അദുവ്വുൻ ലക, നിശ്ചയമായും ഇവനുണ്ടല്ലോ, അദുവ്വുൻ ലക, നിൻ്റെ ശത്രുവാണ്. അദുവ്വുൻ ലക, ചെകുത്താനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അദുവ്വുൻ മുബീൻ, സുവ്യക്തമായ തെളിഞ്ഞ ശത്രുവാണ് ചെകുത്താൻ എന്നാണ്. അപ്പോൾ അദുവ്വുൻ ലക മാത്രം, നിനക്ക് മാത്രം, വലി സൗജിക, നിൻ്റെ ഇണക്കും, നിനക്കും നിൻ്റെ ഇണക്കുമുള്ള ശത്രുവാണിവൻ. അതുകൊണ്ട് ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖാ, നീ ഇപ്പോൾ ഉള്ളത് സ്വർഗത്തിലാണ്, ജന്നത്തിലാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും അവൻ പുറത്താക്കാതിരിക്കട്ടെ. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന ഫതഷ്ഖാ, അങ്ങനെ നിങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ ദൗർഭാഗ്യവാന്മാരായി പോവും, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കേണ്ടി. ഫതഷ്ഖാ, നിങ്ങൾ ദൗർഭാഗ്യവാന്മാരായി പോവും, അല്ലെങ്കിൽ നിങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടി വരും. അത് ആദമിന് ആ സമയത്ത് തന്നെ മുന്നറിയിപ്പും കൊടുത്തു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ സൃഷ്ടിച്ചു, ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. എല്ലാവരോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മലക്കുകളൊക്കെ ചെയ്തു. ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. എന്ന് മാത്രമല്ല, വെല്ലുവിളി നടത്തി. ഞാൻ കാണിച്ചു തരാം, നീയല്ലേ പറഞ്ഞു ഇവരാണ് എൻ്റെ വലിയ സൃഷ്ടിൻ, ഇവരൊന്നും അല്ല എന്ന്, ഞാൻ എൻ്റെ കീഴിൽ ഇവർ വരും, ഞാൻ കാണിച്ച വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ മുഴുവൻ വഴികളിലും ഞാനുണ്ടാവും. അവരുടെ മുൻഭാഗത്തും പിൻഭാഗത്തും വലതും ഇടതും ഒക്കെ ഉണ്ടാവും, നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. എന്നിട്ട് നിനക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രമേ നന്ദി ചെയ്യുന്നവരായിട്ട് കാണാൻ കഴിയൂ എന്ന് വെല്ലുവിളി എടുത്തു. ഉടനെ അള്ളാഹു ആദമിനോട് പറഞ്ഞു, കരുതിക്കൊള്ളൂ, നിൻ്റെ തെളിഞ്ഞ ശത്രുവാണിത്, നിൻ്റെ മാത്രമല്ല നിൻ്റെ ഇണയുടെയും. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഇവൻ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇടവരാതിരിക്കട്ടെ. അങ്ങനെ എങ്ങാനും നിങ്ങളെ പുറത്താക്കിയാൽ ഫതഷ്ഖാ, നിങ്ങൾ ദുർഭകരായിത്തീരും, അല്ലെങ്കിൽ ദുരിതം പേറേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നുകൂടി പറയാണ്, ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ വഅന്നക ലാ തൽമഉ ഫീഹാ വലാ തൽഹാ. നിശ്ചയമായും തീർച്ചയായിട്ടും നിനക്ക് ഇന്നലക അല്ലാ തജൂഅ ഫീഹാ, ഈ സ്വർഗത്തിൽ ഇപ്പോൾ ആദമിനോട് അല്ലാഹു പറയാണ്, ഈ സ്വർഗത്തിൽ ഇപ്പോൾ നിനക്ക് അല്ലാ തജൂഅ, ജൂ എന്ന് പറഞ്ഞ വിശപ്പാണ്, അല്ലാ തജൂഅ, നിനക്ക് വിശപ്പ് അറിയേണ്ടതില്ല. സ്വർഗത്തിൻ്റെ പ്രത്യേകതയാണ്, വിശപ്പില്ല, പട്ടിണി കിടക്കേണ്ടി വരില്ല. വല തഅറ, അതുപോലെ തന്നെ തഅറ എന്ന് പറഞ്ഞാൽ നീ നഗ്നനാവുകയുമില്ല. ഒന്ന് അന്നമാണ്, രണ്ടാമത്തത് വസ്ത്രമാണ്. ഇത് രണ്ടും നിനക്കിവിടെ നന്നായിട്ട് കിട്ടും, എഫോർഡ് ചെയ്തുകൊണ്ടിരിക്കും നിരന്തരം. ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വല തഅറ, തീർച്ചയായിട്ടും നിനക്ക് ഈ സ്വർഗത്തിൽ വിശക്കേണ്ടി വരില്ല, അതുപോലെ തന്നെ നഗ്നനാവേണ്ടിയും വരില്ല. വഅന്നക ലാ തൽമഉ ഫീഹാ വലാ തൽഹ, അതുപോലെ മൂന്നാമത്തെ കാര്യം വഅന്നക ലാ തൽമഉ, നിനക്ക് ദാഹം അനുഭവപ്പെടുകയില്ല, വെള്ളം കിട്ടാത്ത അല്ലെങ്കിൽ ദാഹിക്കുക എന്നുള്ള പ്രശ്നം ഉണ്ടാവുന്നില്ല. വലാ തൽഹ, ലുഹ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ലുഹ എന്ന് പറഞ്ഞാൽ പൂർവാഹന സമയമാണ്, വെയിൽ ചൂടാവാൻ തുടങ്ങുന്നൊരു സമയമാണ്, രാവിലെയുള്ള ആദ്യത്തെ ആ സമയമാണ് ലുഹ എന്ന് പറയുന്നത്. വല തൽഹ എന്ന് പറഞ്ഞാൽ നീ ഉഷ്ണിക്കേണ്ടി വരികയില്ല, നീ വെയിലേൽക്കേണ്ടി വരികയുമില്ല എന്നാണ്. 4 കാര്യങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളാണ്. ഈ ഭൂമിയിലുള്ളത് പോലെയല്ല. ഈ ഭൂമിയിൽ ഈ പറഞ്ഞ 4 മനുഷ്യൻ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നത്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഇവരോട് പറഞ്ഞു, സ്വർഗത്തിൽ അല്ലാ തജൂ അഫീഹ, വിശപ്പ് അറിയില്ല. 2 വല തഅറ, അവിടെ നഗ്നത വെളിപ്പെടുകയില്ല, നഗ്നനാവേണ്ടി വരില്ല. 3 അല്ലാ തൽമഉ ലാ തൽമഉ ഫീഹ, ദാഹം അനുഭവിക്കുകയില്ല. വല തൽഹ, ഉഷ്ണിക്കേണ്ടി വല്ല വെയിലേൽക്കേണ്ടി വരില്ല. അപ്പോൾ ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പാനീയമുണ്ട് അല്ലെങ്കിൽ വെള്ളമുണ്ട്, പിന്നെ പാർപ്പിടമുണ്ട്.
ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ. സ്വർഗത്തിൽ കുറേ അനുഗ്രഹങ്ങളുണ്ട്. അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറയുന്നതിന് പകരം 4 അടിസ്ഥാനങ്ങൾ മാത്രം എടുത്തു പറയുക ചെയ്തത്. ഇതെടുത്തു നോക്കുക നിങ്ങൾ. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഈ ദുനിയാവിൽ നമ്മളെല്ലാവരും, മുഴുവൻ മനുഷ്യർ ഇതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നെട്ടോട്ടോടുന്നൊക്കെ അന്നം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പുര ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര. ചിലപ്പോൾ ആൾക്കാർ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കും ഒരു വീടുമല. അതുപോലെ തന്നെ വസ്ത്രത്തിന് വേണ്ടിയിട്ട്, പാനീയത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണല്ലോ. ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. അല്ല തജൂഅ ഫീഹ വല തഅറ വഅന്നക ലാ തൽമഉ ഫീഹ വല തൽഹ. ഇത് ചെയ്യേണ്ടി വരില്ല. സ്വർഗത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്ത് സുഖാന്ന് ആലോചിച്ചു നിങ്ങൾ. ഇതിവിടെ നമ്മുടെ മുഴുവൻ തലവേദന ഈ പറഞ്ഞ 4 കാര്യമല്ലേ. ഇതില്ല. അതാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള സ്വർഗത്തിലാണ് നീ ഇപ്പോൾ താമസിക്കുന്നത്. അവിടെ നിന്ന് നിന്നെയും നിൻ്റെ ഇണയെയും ഇവൻ പുറത്താക്കാതിരിക്കട്ടെ. പുറത്താക്കിയാൽ ഫതഷ്ഖ, നിനക്ക് ദൗർഭാഗ്യമായിരിക്കും, നീ ദുരിതം അനുഭവിക്കേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകി. നോക്കി ഇനി എന്താ ചെയ്യുന്നത്. ഫവസ്വസ ഇലൈഹി ശൈത്വാൻ ഖാല യാ ആദമു ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദ് വമുൽകിൻ ലാ യബ്ലാ. അപ്പോൾ ഇബ്ലീസ് തൻ്റെ വെല്ലുവിളി അത് പൂർത്തീകരിക്കുവാൻ പടച്ച റബ്ബിനോട് ചാലഞ്ച് ചെയ്യാണ് ചെയ്തത്. ഞാൻ കാണിച്ചു തരാം. എന്ത്? നീ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരുണ്ടല്ലോ, ഇവരൊക്കെ എത്രത്തോളം ശ്രേഷ്ഠരാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ വെല്ലുവിളിയുണ്ട്. അത് തെളിയിക്കാനുള്ള ഒരവസരവും പാഴാക്കൂല. അതിൻ്റെ ആദ്യ അവസരം തിരഞ്ഞെടുത്തത് ആദമിൽ നിന്നാണ്. ആദമിൻ്റെ അടുത്ത് വന്നു. സ്വർഗത്തിലാണ് അവരുള്ളത്. അവിടേക്ക് വന്നിട്ട് പറയാണ് ഫവസ്വസ ഇലൈഹി ശൈത്വാൻ. വസ്വസ എന്നുള്ള വാക്ക് നമ്മൾ സൂറത്തുൻ നാസിൽ പഠിച്ചിട്ടുണ്ടാവും. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനം നടത്തുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുശുഷ്ക, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വസ്വസ എന്നുള്ള വാക്ക് തന്നെ വസ് എന്നുള്ള വീണ്ടും ആവർത്തിക്കുക എന്നുവെച്ചാൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സംഗതി തന്നെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ വസ്വസ എന്ന് പറയുക. ദുർബോധനം ചെയ്യുക. ചില ആളുകളുടെ നമ്മളെ പിന്നാലാട് കൂടി വിടൂലൊരു, അങ്ങനെ വിടാതെ അതെന്തെങ്കിലും ഒരു പോളിസി എടുക്കാനോ വേറെ എന്തെങ്കിലും ഇതിലൊന്ന് ചേരാനോ ഇതിൻ്റെ ഒരു ഷെയർ എടുക്കാനോ ഒക്കെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. വിടൂല. ഫവസ്വസ ഇലൈഹി ശൈത്വാൻ. ഇവിടെ പോളിസി ഏതാ? ചെകുത്താനാ. ഫവസ്വസ ഇലൈഹി ശൈത്വാൻ. അങ്ങനെ ചെകുത്താൻ ഇലൈഹി എന്ന് പറഞ്ഞാൽ ഇല ആദമിൻ്റെ അടുത്ത് വന്നിട്ട് ദുർബോധനം നടത്തിക്കൊണ്ടിരുന്നു. ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാല, എന്താ പറയുന്നത് അറിയോ? യാ ആദം, ഹേ ആദം, ഹൽ അദുല്ലുക്, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ. ഹൽ അദുല്ലുക, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, കാണിച്ചു തരട്ടെ, അറിയിച്ചു തരട്ടെ. അല ഷജറത്തിൽ ഖുൽദ്. അല ഷജറ, ഒരു മരം. ഏത് മരം? ഷജറത്തിൽ ഖുൽദ്. ഇബ്ലീസ് പേരിട്ടതാ ഷജറത്തുൽ ഖുൽദ്. അള്ളാഹു പറഞ്ഞത് ലാ തഖറബ ഹാദിഹി ഷജറ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഷജറത്തുൽ ഖുൽദ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ മരത്തിൻ്റെ എല്ലാം കഴിച്ചാൽ നേരത്തെ പറഞ്ഞതല്ലോ. അള്ളാഹു സൂറത്തുൽ ബഖറ പറയുന്നുണ്ട് അല്ലേ? പിന്നെ ഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുക ഫിൽ ജന്ന വലാ തഖറബ ഹാദിഹി ഷജറ അല്ലേ വകുലാ മിൻഹാ ഹൈസു ശിഅ്തും റഗദാ വലാ തഖറബ ഹാദിഹി ഷജറ. ഇഷ്ടമുള്ളതൊക്കെ ഭക്ഷിച്ചോ, ഈ മരത്തിനടുത്ത് വരരുതെന്നാ ഇബ്ലീസ് എന്നിട്ട് പറഞ്ഞു. ആ മരം തന്നെ പിടിച്ചു. എന്നിട്ട് എന്താ പറയുന്നത് നോക്ക്. ഷജറത്തുൽ ഖുൽദ്, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. അൽ ഖുൽദ് എന്ന് പറഞ്ഞാൽ ശാശ്വതികത്താണ്, എന്നെന്നും ഖാലിദീന ഫീഹ നമ്മൾ പറയാറുണ്ടല്ലോ. ഷജറത്തുൽ ഖുൽദ്, എന്നെന്നും ജീവിക്കുന്ന, പിന്നെ എന്താ പറയുക, ശാശ്വതികത്വം നൽകുന്ന ഒരു മരത്തെ സംബന്ധിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വ മുൽക്കിൻ ലാ യബ്ല, എന്നെന്നും ജീവിക്കുക മാത്രമല്ല, വ മുൽക്കിൻ, ആധിപത്യത്തെ സംബന്ധിച്ച്, അധികാരത്തെ സംബന്ധിച്ച്, ലാ യബ്ല, ബലാ യബ്ല എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക, നശിച്ചു പോവാത്ത, ഒരിക്കലും നഷ്ടമായി പോവാത്ത ആധിപത്യത്തെ സംബന്ധിച്ചും ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് ആദമിനോട് ചോദിക്കുക. ഹൽ അദുല്ലുക, എന്താണെന്ന് വെച്ചാൽ മോഹമുണർത്തുകയാണ്, ആഗ്രഹം ഉദ്ദീപിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ മനസ്സിൽ. ഒക്കെ എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടാവൂ. ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. ഈ ഒരു മരം, ഒരു പ്രത്യേക മരമുണ്ട്. അത് ആ മരത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഷജറത്തുൽ ഖുൽദ. ആദ്യത്തെ മനുഷ്യനാണ്, വേറെ മുന്നനുഭവങ്ങളൊന്നുമില്ല. പടച്ചോൻ ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിരന്തരമായിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട്, ഒരു പിശാചി വന്നിട്ട്, ഇതേ ഇയാൾ വരുന്ന പിശാചൊന്നും നമുക്കറിയില്ല. അതാണ് ഞാൻ ചെകുത്താനാന്ന് പറഞ്ഞിട്ട് ആരും വരില്ല. വന്ന് നമ്മൾ പോടാടെന്ന് പറയും, ഒഴിവാക്കും. പിന്നെ എന്താ പറഞ്ഞതെന്നറിയോ? ഇവരോട് ചെകുത്താൻ പറഞ്ഞത് ഇന്നി ലക്കുമ ലമിനൻ നാസിഹീൻ,
സൂറത്തുൽ അറാഫിൽ കാണത്. ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, നിങ്ങൾക്ക് വേണ്ടി വരിക, നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് വരികയാണ്. ഇന്നി ലക്കുമാ ലമിനൻ നാസുഹീൻ, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞിട്ടാണ് വരിക. അല്ല ഞാൻ എൻ്റെ ശത്രുവാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടൊന്നുമല്ല. ഭീഷണിയൊന്നും ഉണ്ടാവില്ല, വളരെ നല്ല രൂപത്തിൽ പ്രലോഭനങ്ങളാണ്. ഭീഷണിയൊന്നും ഉണ്ടാവില്ല, ദയവ് ഇത് തന്നോ അല്ലെങ്കിൽ അങ്ങനൊന്നും പറയില്ല. വളരെ നന്നായിട്ട് മനുഷ്യൻ്റെ വികാരങ്ങൾ ഉണർത്തുന്ന, അവനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ചതിയിൽ വീഴ്ത്തുന്ന, ദല്ലാക്കുമാ ഫി ഗുറൂർ എന്ന് പറയുന്നുണ്ട്. അവനെ ചതിയിൽപ്പെടുത്തി വഞ്ചിച്ചു എന്ന് പറയുന്നുണ്ട്, പിന്നെ ഒരു വഞ്ചനയിൽ അകപ്പെടുത്തി എന്ന് പറയും. അതേപോലെ ഫവസ്വസ ഇലൈഹി ശൈത്വാൻ, ചെകുത്താൻ വന്നിട്ട് മന്ത്രിച്ചു, ദുർബോധനം നടത്തി. ഖാല, എന്താ പറഞ്ഞത്? യാ ആദം ഹൽ അദുല്ലുക അല ഷജറത്തിൽ ഖുൽദ് വ മുൽക്കിൻ ലാ യബ്ല, ഒരു മരത്തെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അത് ഷജറത്തുൽ ഖുൽദാണ് എന്ന് പറഞ്ഞാൽ ശാശ്വതികത്വത്തിൻ്റെ, അല്ലെങ്കിൽ എന്നെന്നും ഇവിടെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു മരം. മാത്രമല്ല മുൽക്കിൻ ലാ യബ്ല, അധികാരം, ഈ സ്വർഗത്തിൻ്റെ അധികാരം, നശിച്ചു പോവാത്ത അധികാരമുള്ള ഒരു മരത്തിനെ പറ്റി പറഞ്ഞു തരാം. അപ്പോൾ നല്ല സുഖത്തിലാണ് അവിടെ ജീവിക്കുന്നത്, അല്ലേ? നേരത്തെ പറഞ്ഞില്ലേ, അല്ലാ തജൂ ഫീഹ വല തഅറ, അതുപോലെ വല തൽമഉ ഫീഹ എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? വല തൽഹ എന്നുവെച്ചാൽ വെയിലേൽക്കണ്ട, വിശപ്പ് അനുഭവിക്കുന്നില്ല, ദാഹമില്ല, വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, ഒക്കെ സുഖകരമായിട്ട് ജീവിക്കുക, ഇഷ്ടം പോലെ ഭക്ഷിക്കുക. അപ്പോൾ അങ്ങനത്തേൽ കാലാകാലം നിൽക്കാതെ ഞാൻ ഇവിടുന്ന് പോയി പോകുമോ എന്നുള്ള ബേജാറുണ്ടാവും മനുഷ്യന്. പോയി പോവോ, അത് അവസാനിച്ചു പോവോ? അതുകൊണ്ട് അവസാനിക്കൂല. ഈ മരം തിന്നാൽ, ഈ പഴം തിന്നാൽ, ഈ കനി നീ ഭക്ഷിച്ചാൽ അവസാനിക്കുകയില്ല എന്ന് പറയാം. ഫദല്ല, പിന്നെ യാ ആദമു ഫസ്വസ ഇലൈഹി ശൈത്വാനു ഖാല യാ ആദമു ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യബ്ല ഫഅകലാ മിൻഹാ ഫബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന വഅസാ ആദമു റബ്ബഹു ഫഗവാ. നിരന്തരം വരികയാണ്, ഒരു ദിവസം 2 ദിവസം ഒന്നല്ല, എല്ലാ ദിവസവും വരിക. വരുമ്പോൾ എന്നും ഒരു വർത്താനായിക്കൂല കേട്ടോ പറയാ. വേറെ വേറെ വാക്കുണ്ട്. സൂറത്തുൽ അറാഫിൽ വേറെ, പിന്നെ മലക്ക് എന്നാണ് പറയുന്നത്. അവിടെ മലക്ക്, നിങ്ങൾക്ക് മലക്കാവാൻ കഴിയുന്ന എന്ന് പറയുന്നുണ്ട്. മുൽക്കും ചില ആളുകൾ അവിടെ ഖിറാത്ത് നടത്തിയിട്ടുണ്ട്, പക്ഷേ മലക്കാവാൻ കഴിയുന്ന. ഇവിടെ അങ്ങനെ വ്യത്യസ്തമായ പദങ്ങളാണ് ഉപയോഗിക്കുക. ഓരോ സന്ദർഭത്തിലും വരുമ്പം വേറെ വേറെ കാര്യങ്ങളാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും എന്തെങ്കിലും ഒരു ആഗ്രഹം ഇങ്ങനെ പറയുമ്പോൾ, നിരന്തരം പറയുമ്പോൾ ചെറുതായിട്ടൊരു താല്പര്യം തോന്നും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി, നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ. നമ്മളൊരു കാര്യം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പല ജാതി കാര്യങ്ങളിങ്ങനെ ചാടി വരും അവിടെ. നമ്മൾ വിചാരിച്ചത് നമ്മളൊരു ഖുർആൻ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മളെ മോഹിപ്പിക്കുന്ന അടുത്ത് വേറെ വമ്പന ഒരു ടൈറ്റിൽ, അത് പോട്ടെ വിചാരിച്ച് ഒഴിവാക്കി. പിന്നെ അതിനേക്കാളും വലിയ മോഹിപ്പിക്കുന്ന വേറെ ടൈറ്റിൽ, അതും ഒഴിവാക്കി. അപ്പോൾ അതിനേക്കാളും വലുത് എന്നാൽ പിന്നെ ഒന്ന് കണ്ടു നോക്കുക. അതാണ് പറയുന്നത്. വസ്വസ ഇലൈഹി ശൈത്വാനു, ചെകുത്താൻ ഇലൈഹി ശൈത്വാനു ഖാല യാ ആദം ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദ് വ മുൽക്കിൻ ലാ യബ്ല എന്നിട്ട് പറയാണ് ഫഅകലാ മിൻഹാ. അങ്ങനെ നിരന്തരമായ ഈ ദുർബോധനത്തിൽ അവർ വീണു. ഫഅകലാ മിൻഹ, 2 പേരും ഭക്ഷിച്ചു. ഫഅകലാ മിൻഹ, 2 പേരാര? ആദമും അദ്ദേഹത്തിൻ്റെ ഇണയും ഹവ്വ. ഫഅകലാ മിൻഹ ഫബദത് ലഹുമാ സൗആതുഹുമാ. അത് ഭക്ഷിക്കേണ്ട താമസം. ഒന്നാമത്തെ സംഗതി എന്താ സംഭവിച്ചത്? 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ വിശപ്പ് അനുഭവിക്കൂല, നഗ്നരാവേണ്ടി, ആദ്യം പറഞ്ഞ നഗ്നതയാണ്, നഗ്നത ആവേണ്ടി വരില്ല. അതുപോലെ തന്നെ വിശപ്പ് വേണ്ടി വരില്ല, പിന്നെ ക്ഷീണിക്കുകയില്ല, അല്ലെങ്കിൽ വെയിലേറ്റ് ക്ഷീണിക്കുകയില്ല, ദാഹിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സംഭവിക്കുന്ന ഒന്ന് ബദത് ലഹുമാ സൗആതുഹുമ. ഇത് ഭക്ഷിച്ചതോടുകൂടെ ബദ വെളിവായി, ബദത് ലഹുമാ അവർക്ക് 2 പേർക്കും വെളിവായി, സൗആതുഹുമ. സൗആത്ത് സൂ എന്നുള്ള വാക്കിൽ നിന്നാണ് അത് വരുന്നത്. വളരെ മോശമായത് എന്നുള്ള അർത്ഥത്തിൽ സൂ ഉപയോഗിക്കാറുണ്ട്, തിന്മ എന്നൊക്കെ അർത്ഥത്തിൽ. ഇവിടെ സൗഅത്ത് എന്നോട് ഉദ്ദേശിക്കുന്നത് ഔറത്താണ്, നഗ്നത വെളിവായി. സൗആതുഹുമ, അവർ 2 പേരുടെയും നഗ്നത വെളിപ്പെട്ടു. അതുവരെ നഗ്നത വെളിപ്പെടുന്നില്ല, അതാണ് വസ്ത്രം ആവശ്യമില്ല നേരത്തെ പറഞ്ഞു. വല തഅറ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നൽകിയ സംവിധാനമായിരുന്നു അത്. അതെന്താണെന്ന് അള്ളാഹു ആലം, നമുക്കറിയില്ലത്. പലതരത്തിൽപ്പെട്ട വ്യാഖ്യാനങ്ങളുണ്ട്. അത് ജന്മന തന്നെ അവിടെ നഗ്നത വെളിവാക്കാൻ പറ്റാത്ത രൂപത്തിൽ മറ അള്ളാഹു ഇട്ടിട്ടുണ്ടെന്നാ. പക്ഷേ നമ്മൾ വസ്ത്രം വാങ്ങിച്ചിട്ടാണ് നഗ്നത മറക്കുന്നത്. ഇതുപോലെ ഇവരുടെ നഗ്നത വെളിപ്പെട്ടു. ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ.
നാണം തോന്നിയാൽ പിന്നെ ഉടനെ മനുഷ്യൻ ചെയ്യുന്നത് തൊഫിഖ യഹ്സിഫാനി അലൈഹിമ. തൊഫിഖ എന്ന് പറഞ്ഞാൽ തുടങ്ങി, അവർ രണ്ടുപേരും ആരംഭിച്ചു. യഹ്സിഫാനി ഹസ്വഫ എന്നാണ്. ഹസഫ അല്ല, സീനല്ല. ഹസഫ എന്ന് പറഞ്ഞാൽ ആഴ്ത്തിക്കളയുന്ന നേരത്തെ നമ്മൾ വന്നതാണ്. ഇവിടെ ഹസ്വഫ എന്നാണ്. യഹ്സിഫാനി, അവർ രണ്ടുപേരും ഇങ്ങനെ വെച്ച് കെട്ടാൻ തുടങ്ങി. അല്ലെങ്കിൽ അതിൻ്റെ മേൽ ഒന്നിന് മേൽ ഒന്നായിട്ട് വെക്കുന്നതിന് ഹസ്വഫ എന്ന് പറയുക. ലെതറുകളൊക്കെ, ചെരുപ്പൊക്കെ ലെതർ ഒന്നിന് മേൽ ഒന്നായിട്ട് വെച്ച് തുന്നുക, അതിന് ഹസ്വഫ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. യഹ്സിഫാനി അലൈഹിമ, അവർ അവരുടെ ശരീരത്തിലേക്ക് വെച്ച് കെട്ടാൻ തുടങ്ങി. മിൻ വറഖിൽ ജന്ന, ആ സ്വർഗത്തിലെ ഇലകൾ പറിച്ചിട്ട്. വഅസ്വാ ആദമു റബ്ബഹു ഫഗവ, അങ്ങനെ ആദം അസ്വാ റബ്ബഹു, തൻ്റെ റബ്ബിനെ ധിക്കരിച്ചു. ഫഗവ, അങ്ങനെ വഴികേടിലായിപ്പോയി, അല്ലെങ്കിൽ തെറ്റിപ്പോയി, ഒരു മഹാ അബദ്ധം ചെയ്തു. എന്താ പറഞ്ഞത്? നമ്മൾ ഇതിൻ്റെ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആയത്തുകൾ ഓർമ്മ ഉണ്ടാവണം. അതിൽ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ അത് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടിയിട്ടാണ്, തഖ്വ, നിങ്ങൾക്ക് ബോധമുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു കഥയിലേക്ക് നമ്മെ കൊണ്ടുപോയതാണ്. ആദ്യത്തെ ഉൽപ്പത്തിയുടെ സന്ദർഭത്തിലുള്ള കഥയാണത്. മനുഷ്യരെ സൃഷ്ടിച്ച ആ സന്ദർഭത്തിലുള്ള കഥയാണ്. എന്താണെന്ന് വെച്ചാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചു. വളരെ കൃത്യമായ മാർഗനിർദ്ദേശമൊക്കെ കൊടുത്ത്, കരുതണം, നിൻ്റെ തെളിഞ്ഞ ശത്രു കൂടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, നിന്നെ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്, കരുതിക്കൊള്ളണം എല്ലാം കൊടുത്തിട്ട്. പക്ഷേ ഈ ചെകുത്താൻ അന്നെടുത്ത പ്രതിജ്ഞയുടെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് ആദമിൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. ദാ ഈ ഒരു മരം, ഇതൊന്നും നിങ്ങൾ കഴിച്ചു നോക്ക്. നമുക്കൊരു സ്വൈര്യം ഉണ്ടാവില്ല. ചില ആളുകൾ വരാൻ തുടങ്ങി, ചില ഒരു കമ്പനിൻ്റെ റെപ്രോ പലതരത്തിൽപ്പെട്ട ഇത് കഴിക്ക്, ഇത് വാങ്ങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിരന്തരം അവസാനം ചിലപ്പോൾ നമ്മനൊന്ന് ഒഴിഞ്ഞു പോട്ടെ വിചാരിച്ചിട്ട് സംഗതി കൊടുക്കും, അല്ലേ? പല രൂപത്തിൽ. അതുപോലെ പല ജാതി പ്രചരണം, നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം. നേരത്തെ നമ്മളത് വിചാരിച്ചിട്ടല്ലത്, പക്ഷേ അതിലേക്ക് എത്തിപ്പെടുകയാണ്. ഇങ്ങനെ നിരന്തരമായിട്ട് ആദമിൻ്റെ മുമ്പിൽ വന്നിട്ട് പ്രലോഭനങ്ങൾ ഉയർത്തി. ഒരിക്കലും ഞാൻ നിൻ്റെ ശത്രുവായിട്ട് പറഞ്ഞിട്ടല്ല ചെകുത്താൻ വരിക, മറിച്ച് ലമിനൻ നാസുഹീൻ, ഞാൻ ഗുണകാംക്ഷിയാണ് എന്നുള്ള രൂപത്തിലാണ് വരിക. അങ്ങനെ വന്നു, നിരന്തരം പറഞ്ഞു. അക്കലാമിൻഹ, ഇവർ രണ്ടുപേരും അതിൽ ഭക്ഷിച്ചു. അപ്പോൾ ആദ്യം സംഭവിച്ചത് ഇവരുടെ നഗ്നത വെളിപ്പെട്ടു എന്നുള്ള. അതുവരെ നഗ്നത ബോധം തന്നെ ഇല്ല, അത് മറക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ അതിനെ സംബന്ധിച്ച് ബോധടല്ല അവർ, അങ്ങനെ ഇല്ല. പക്ഷേ ഇവിടെ ആദ്യമായി സംഭവിക്കുക തഫിഖ ഫബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. സ്വർഗത്തിലെ ഇലകൾ പറിച്ചിട്ട് അവരവരുടെ നഗ്നത മറച്ചു പിടിക്കാൻ ആരംഭിച്ചു. വഅസ്വ ആദമു റബ്ബഹു ഫഗവ, ആദം തൻ്റെ റബ്ബിനെ ധിക്കരിച്ചു. ഫഗവ, അങ്ങനെ അവൻ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ വഴികേടിലായിപ്പോയി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചെയ്തത് ഇസ്യാനാണ്, ധിക്കാരമാണ്. പക്ഷേ ധിക്കരിക്കുകയാണ്, ഞാൻ പടച്ചോനെ ധിക്കരിക്കുകയാണ്, എനിക്കിത് പിശാചി മതി, അള്ളാഹുവിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞതല്ല, അതിൽ പെട്ടുപോയതാ എന്ന് പറഞ്ഞാൽ നേരത്തെ അള്ളാഹു കൊടുത്ത നിർദ്ദേശമുണ്ട്. വലാ തഖ്റബ ഹാദിഹി ഷജറ, വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ മരം ഉണ്ടല്ലോ, അവിടത്തേക്ക് വരരുത്, ഇവിടെ ഉള്ളതെല്ലാം നിനക്ക് ഭക്ഷിക്കാം. ഒറ്റ നിർദ്ദേശം കൊടുത്തു, ഇത് മാത്രം ചെയ്യരുത്. അതാണ് ഒരു നന്മയും തിന്മയുള്ള വ്യത്യാസം. നമുക്കെല്ലാം ഹലാൽ കൂടുതലാണ്, ഹറാമ് കുറച്ചേ ഉള്ളൂ. നിങ്ങളെന്താ വിചാരിച്ച്? പക്ഷെ അത് പറയുമ്പോഴേക്ക് എല്ലാ സ്വാതന്ത്ര്യം കവർന്നെടുത്തു എന്നാണ് പറയുക. ഇത് ചെയ്യരുത് എന്നാണ്. ചില നിയന്ത്രണങ്ങൾ കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ആത്മനിയന്ത്രണം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വില ഉണ്ടാവുക. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനായി തീരുക, മനുഷ്യത്വത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവണമെങ്കിൽ ചില നിയന്ത്രണങ്ങൾ പാലിക്കണം. ഇല്ലെങ്കിൽ മൃഗമായി മാറും. നമ്മൾ കണ്ടില്ലേ പല ജാതി കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ, ഏത് കോലത്തിലാണ് മനുഷ്യൻ ചിത്രീകരിക്കുന്നത് മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ സ്വസ്ഥത ഉണ്ടാവില്ല, അന്ത്യം ഉറങ്ങാൻ കഴിയില്ല, കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. മൃഗത്തെ പോലെ ആയിക്കഴിഞ്ഞാൽ നിയന്ത്രണം വേണം. അതുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരരുത്, ഈ മരത്തിൻ്റെ അടുത്തേക്ക് അടുക്കരുത്. അത് പാലിക്കാതിരുന്നാൽ അത് ഒരു മനുഷ്യൻ്റെ എന്തിന് നിയന്ത്രണങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടാണ്. നിയന്ത്രണങ്ങളില്ലെങ്കിൽ മനുഷ്യൻ സംഭവിക്കുക മൃഗത്തിന് തുല്യമായിട്ട് അധപ്പതിക്കും. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു ഇത് പറഞ്ഞത് കൃത്യമായിട്ട്. പക്ഷേ അദ്ദേഹം അള്ളാഹുവിനെ അറിഞ്ഞങ്ങോട്ട് ധിക്കരിച്ചല്ല, നിരന്തരമായ പ്രലോഭനങ്ങളിൽ ആ സന്ദർഭത്തിൽ തനിക്കതാണ് വലം നജീദ് ലഹു അസ്മ, ദൃഢനിശ്ചയം, അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യം കണ്ടില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, പതറിപ്പോയി. സംഭവിക്കാം മനുഷ്യന്. ഇത് ആദമിന് മാത്രമല്ല, മനുഷ്യ കുലത്തിൽ അന്ന് മുതൽ ഇന്നോളം അവസാന നാൾ വരെ ഉണ്ടാവുന്നൊരു സംഗതിയാണ്. എന്നിട്ട് പറയുന്ന നോക്കുകയാണ്,
ഫ അക്കല മിൻഹ. ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് തെറ്റായ രൂപത്തിൽ ബൈബിളിലൊരു വാക്യം കാണാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പഴം തിന്നാൻ വേണ്ടിയിട്ട് ആദമിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ആദമിനെ നിർബന്ധിക്കുന്നത് തൻ്റെ ഇണയാണ്, ഹവ്വയാണ് ആദമിനെ ഈ പഴം തീറ്റിക്കുന്നത്. ആദ്യം ധിക്കരിച്ചത് അവരാണെന്നാ. പക്ഷേ ഖുർആൻ പറയുന്നു ഫ അക്കല മിൻഹ എന്ന് മാത്രമല്ല, ആദമിൻ്റെ അടുത്താണ് ഇബ്ലീസ് നിരന്തരമായിട്ട് വരുന്നത്. ഫ വസ്വസ ഇലൈഹി ശൈത്വാൻ വരുന്നത്. എന്നിട്ട് രണ്ടുപേരുമാണ് ഭക്ഷിക്കുന്നത്. അക്കല മിൻഹ, അല്ലാതെ ഹവ്വ തിരിച്ചതല്ല. എന്നിട്ട് സ്ത്രീയെ എന്നും പിശാചിൻ്റെ പ്രതിരൂപമായി കൊണ്ടു നടക്കുന്ന ചില പുരോഹിതന്മാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ല, ഇവർ രണ്ടുപേരും ഈ തെറ്റ് ചെയ്തു. അക്കല മിൻഹ ഫബദത് ലഹുമാ സൗഅതുഹുമാ വതഫിഖ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന വഅസാ ആദമു റബ്ബഹു ഫഗവാ സുമ്മ ജ്തബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദാ. തെറ്റ് സംഭവിച്ചല്ലോ, ഇനി എന്താ ചെയ്യുക? അള്ളാഹു പറഞ്ഞതിന് നേരെ വിരുദ്ധ ചെയ്തത്. ഇവിടെ ആദമാ ചെയ്തത്. അള്ളാഹു എന്താ ചെയ്ത് നോക്ക്. സുമ്മ ജ്തബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദാ. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത്? സൂറ അൽ ബഖറയിൽ പറയുന്നുണ്ട് ഫതലഖാ ആദമു മിർ റബ്ബിഹി ബികലിമാതിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ആദം അള്ളാഹുവിനോട് തന്നെ പറയാണ്. അങ്ങനെ അള്ളാഹു ചില വചനങ്ങൾ ഇത് പറഞ്ഞോ, വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. കലിമാത്ത് പഠിച്ചിട്ട് താബ അലൈഹി, പശ്ചാത്തപിച്ചു, മടങ്ങി പടച്ചറബിലേക്ക്. വഴി തെറ്റിപ്പോവുക. അള്ളാഹു നിശ്ചയിച്ച ഒരു വഴിയുണ്ട്, ആ സിറാത്തുൽ മുസ്തഖീം. അതിലൂടെ അങ്ങനെ പോകുന്ന സമയത്താണ് ചെകുത്താൻ വന്നിട്ട് അങ്ങോട്ട് തിരിച്ചത്. അങ്ങോട്ട് തിരിച്ചപ്പോൾ ബോധ്യമായി ഞാൻ തെറ്റിയിട്ടുണ്ട്, തിരിച്ചും കൂടെ തന്നെ വന്നു. താബ അലൈ, ശരിയായ വഴിയിലേക്ക്. അത് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നിരന്തരമായിട്ട് രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ, പടച്ചറബേ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് അതിക്രമം ചെയ്തിരിക്കുന്നു. ലലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു. ലഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതുകൊണ്ട് റബ്ബേ ഞങ്ങളോട് നീ കരുണ കാണിക്കുന്നില്ലെങ്കിൽ, ഞങ്ങൾക്ക് പൊറുത്തു തരുന്നില്ലെങ്കിൽ കടുത്ത നാശകാരികൾ ഞങ്ങൾ പെട്ടുപോകുന്നു. വല്ലാത്ത ഖേദത്തോടുകൂടി നിരന്തരം പ്രാർത്ഥിക്കുകയാണ് ആദം ഹവയും. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സുമ്മ ജ്തബാഹു റബ്ബുഹു. ഈ ജിത്തബ തിരഞ്ഞെടുക്കുകയാണ്. കുറേ തിന്മകളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ വേറെടുത്തിട്ട് നന്മകൾ എടുക്കുന്നതിന് പറയും, നല്ലത് എടുക്കുന്നതിനും ഇജിത്തബ എന്ന് പറയും. സുമ്മ ജ്തബാഹു റബ്ബുഹു, തൻ്റെ റബ്ബ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇവിടെ പ്രവാചകനാക്കി എന്നും ചില ആളുകൾ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഇജ്തബാഹു റബ്ബുഹു, തൻ്റെ നാഥൻ, തൻ്റെ റബ്ബ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഫതാബ അലൈഹി, അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചു. വഹദാ എന്ന് മാത്രമല്ല, എങ്ങനെയാണ് പോവേണ്ടത് കൃത്യമായിട്ട് വഴിയും വീണ്ടും കാണിച്ചു കൊടുത്തു. വഹദാ. ഇവിടെ ശ്രദ്ധിക്കണം, രണ്ട് തെറ്റുകാർ ഇവിടെ വന്നു. ഒന്നാമത്തെ തെറ്റ് സംഭവിച്ചത് ഇബ്ലീസിൻ്റെ അടുത്ത് നിന്നാണ്. എന്താ തെറ്റ് ചെയ്തത്? അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ധിക്കരിച്ചു, ചെയ്യൂല എന്ന് പറഞ്ഞു. ഇബ്ലീസ് പശ്ചാത്തപിച്ചോ? ഇല്ല. എന്ന് മാത്രമല്ല, പശ്ചാത്തപിച്ചില്ലെന്ന് മാത്രമല്ല, താൻ തെറ്റുകാരനാണ് എന്നുള്ളത് മറച്ചു വെച്ച് ഞാനല്ല തെറ്റുകാരൻ, അള്ളയാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞ്? എനിക്കല്ല തെറ്റിയത്, നിനക്കാ തെറ്റിയെന്ന് അള്ളാഹുവിനോട് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠനാണെന്നല്ലേ നീ പറഞ്ഞത്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതാ. വെല്ലുവിളി നടത്തി. അള്ളാഹുവാണ് തെറ്റുകാരൻ, വെച്ചാൽ നിനക്ക് തെറ്റിയിട്ടുണ്ട്, മനുഷ്യൻ അങ്ങനെ നല്ലതല്ല, ഞാനാ നല്ലത്, നിനക്ക് തെറ്റിയതാണ്. അള്ളാഹുവിനെ അങ്ങോട്ട് വെല്ലുവിളിച്ചു. തൗബ ചെയ്തതേ ഇല്ല. നോക്കണേ, അയാതി ചെകുത്താന്മാർ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടാവും. തിന്മ ചെയ്ത ഇബ്ലീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. തിന്മ ചെയ്തു, അയാൾ പശ്ചാത്തപിച്ച് മടങ്ങാൻ സന്നദ്ധനായില്ല. അയാളുടെ തറവാടിത്തതിന് സമ്മതിച്ചില്ല. ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് തന്നെ പറഞ്ഞു. എന്ന് മാത്രമല്ല, എൻ്റെ അടുത്താ തെറ്റ്, എൻ്റെ അടുത്തല്ല, ഞാൻ കാണിച്ചു തരാം എൻ്റെ അടുത്താ തെറ്റ് എന്നുള്ളത്, ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ച് പോകുന്നതാണ്. ഇപ്പുറത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം തെറ്റ് ചെയ്തു. അള്ളാഹു പറഞ്ഞിരുന്നു ഫല തഖ്റബ ഹാദിഹി ഷജറ, ഇവിടേക്ക് വരരുത്. പക്ഷേ അദ്ദേഹം ആ
കൽപ്പന ലംഘിച്ചു. അസ ഫഗവ, അത് തെറ്റി അല്ലെങ്കിൽ അതിൽ തെറ്റിച്ചിട്ട് ധിക്കരിച്ചിട്ട് അദ്ദേഹം ആ തെറ്റിലേക്ക് പോയി. പക്ഷേ എന്താ ചെയ്തത്? ആദം കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ബോധം വന്നു, പടച്ചറബേ വലിയ തെറ്റാ ചെയ്തത്. റബ്ബന ലലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചറബേ വല്ലാത്ത അതിക്രമം ഞങ്ങളോട് പ്രവർത്തിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണം. പുറത്ത് തന്നിട്ടില്ലെങ്കിൽ വലിയ നഷ്ടകാരികളിൽ പെട്ടുപോകുന്നു. നിരന്തരം പ്രാർത്ഥിക്കുക, അതാണ് തൗബ. തെറ്റ് പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ അല്ലേ ഇപ്പം അറിയുന്ന ഞാനും നിങ്ങൾക്ക് എന്തെല്ലാം വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓരോ ദിവസവും നിരവധി പ്രാവശ്യം, അത് 100ഓളം തവണ ഞാൻ ആവർത്തിച്ചിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന ലാ അഹ്ദിക വ വഅദിക മസ്തതഅതു വ അഊദു ബിക മിൻ ശർരി മാ സനഅതു വ അബൂഉ ലക ബിനിഅമാതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ നേതാവ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയത് ആവർത്തിച്ച് പറയാ. നീ എന്നോട് ചെയ്ത അഹിദ്, ഇവിടെ അഹിദ് എന്നാണ് ആദമിനോട് പറഞ്ഞത്. അഹിദിന ഇല, നിന്നോടുള്ള കരാറിൽ പടച്ചോൻ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ നിൽക്കുന്നുണ്ട്. നീ എൻ്റെ റബ്ബാണ്, എൻ്റെ തെറ്റുകളൊക്കെ പുറത്തു തരാനുള്ള ആവർത്തിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇബിലീസായി മാറും. ഇബിലീസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, തെറ്റ് ചെയ്തു, തെറ്റിൽ ഉറച്ചു നിന്നു, അല്ല അത് ശരിയാണെന്ന് വാദിച്ചു. അതാണ് ശരിയെന്നാണ് പറയുന്നത് മൂപ്പര്. ഞാൻ തെറ്റല്ലേ ഇത്, ഞാനല്ല തെറ്റ് ചെയ്ത്, നീ തെറ്റ് ചെയ്ത്, എൻ്റെ ശരിയാന്ന്. ആ ജാതി ആളുകളുണ്ടാവും. അത് ഇബ്ലീസിൻ്റെ വാദമാണ്. രണ്ടാമത്തതാണ് നമുക്ക് വേണ്ടത്. അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ മാതാവും പിതാവും അദ്ദേഹത്തിൻ്റെ ഇണയും നമുക്ക് കാണിച്ചെന്ന മാർഗ്ഗം. അതാണ് റബ്ബന ലലംന അൻഫുസന. ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കണം. ഖുർആനെ ഉദ്ധരിച്ച പ്രാർത്ഥനയാണ്. റബ്ബന ലലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, നീ പുറത്തു തരുന്നില്ലെങ്കിൽ വലിയ നഷ്ടകാരികളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുമെന്നുള്ള പ്രാർത്ഥനയാണ്. അതാണ് രണ്ടിൻ്റെ വ്യത്യാസം. എന്നിട്ട് നോക്ക്, സുമ്മജിതബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദ ഖാല ഇഹ്ബിതാ മിൻഹാ ജമീഅ ബഅലുകും ലിബഅലിൻ അദു ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. അല്ലാഹു പറഞ്ഞു, ഇഹ്ബിത മിൻഹാ ജമീഅ. ഇഹ്ബിത പോവുക, ഇറങ്ങിപ്പോവുക. ഇഹ്ബിത മിൻഹാ ജമീഅ, ഇവിടുന്ന് നിങ്ങൾ രണ്ട് കൂട്ടരും എല്ലാവരും ഇറങ്ങിപ്പോവുക. ഇഹ്ബിത മിൻഹാ ജമീഅ, അത് ആദമിനും അതുപോലെ തന്നെ എല്ലാവർക്കും ബാധകമാണ്. ഇഹ്ബിത മിൻഹാ ജമീഅ, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ബഅലുകും ലിബഅലിൻ അദുവ്, നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ്. ബഅലുകും ലിബഅലിൻ അദുവ് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ. ഇവിടുന്ന് പോവുക, നിങ്ങൾ പരസ്പരം ശത്രുക്കളാണെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഇബ്ലീസ് മനുഷ്യവർഗത്തിൻ്റെ ശത്രുവാണ്. അതാണ് ഇന്നഹു ലക്കും അദുവ്വും മുബീൻ ഖുർആൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആദമിനോട് നേർക്കുനേരെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദാ അദുവ്വുൻ ലക്കും, നിനക്ക് ശത്രുവാണ്, വലിസൗജിക്ക് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പരസ്പര ശത്രുക്കളാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ, എന്നിട്ട് നിങ്ങൾ പോവുക. ഫഇമ്മാ യഅതിയന്നകും, നിങ്ങൾക്ക് വന്നെത്തിയാൽ, മിന്നി എന്നിൽ നിന്ന്, ഹുദൻ സന്മാർഗം, ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. ആ ഹുദ പിൻപറ്റിയാൽ ഫലാ യദില്ലു, അയാൾ പിന്നെ വഴികേടിലായി പോകുന്ന പ്രശ്നമല്ല, വലാ യഷ്ഖാ, അയാൾ പിന്നെ ദൗർഭാഗ്യവാനും ആവുകയില്ല. എന്താ പറഞ്ഞത്? നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തെ 2 ആയത്തിൽ. വിശുദ്ധ ഖുർആൻ തഖ്വ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ ഒരു ബോധമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത്, ആ ബോധത്തിൽ നിന്ന്, തഖ്വയിൽ നിന്ന് തടയുവാൻ നിരന്തരമായി ചെകുത്താൻ കൂടെ ഉണ്ടാവും. ഏതുപോലെ എന്ന് പറഞ്ഞിട്ട് ആദമിൻ്റെ കഥ പറഞ്ഞു തന്നു. അങ്ങനെ അതിൽ നിന്ന് മാറി നടന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇവിടെ വീണ്ടും അത് പറയുകയാണ്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള ഹുദ വന്നു കഴിഞ്ഞാൽ, ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ, ഈ ഖുർആൻ അല്ലെങ്കിൽ ഈ ഹിദായത്ത് നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ,
ഫല യളില്ലു, വഴികേടിലാവുകയില്ല, വല യഷ്ഖ, അയാൾക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരികയില്ല, പ്രയാസം അനുഭവിക്കുകയില്ല എന്ന് കൂടി പറഞ്ഞു വെച്ചു. എന്ന് പറഞ്ഞാൽ എല്ലാ മാർഗദർശനം നമ്മുടെ മുമ്പിലുണ്ട്. ആ മാർഗദർശനം പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ ദുഃഖം ഉണ്ടാവില്ല. അല്ലാതെ ദുനിയാവിൻ്റെ മോഹം അനുസരിച്ച് പിന്നാലെ പോവുകയാണെങ്കിൽ എന്നും ദുരിതമായി കുങ്ങക്കുന്ന. അത് ശരിക്കും ഒന്ന് ആലോചിച്ച് നമ്മുടെ കൺസെപ്റ്റ് ഇങ്ങോട്ടേക്ക് പോവുക, താഴെത്തട്ടിലേക്ക് വന്ന് നോക്ക്. ഖുർആൻ്റെ കാര്യങ്ങളെ എങ്ങനെ നോക്കാത്ത മുസ്ലിങ്ങളുണ്ടല്ലോ കുറേ എണ്ണം, ഇഷ്ടംപോലെ ഉണ്ട്. എന്താ ഖുർആനിൽ പറഞ്ഞത്, എന്നോട് എന്താണ് എൻ്റെ റബ്ബ് ഹിദായത്ത് നൽകി ഒന്നും അറിയാതെ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാ കെണിയിലും ചാടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടേ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ആൾ കുറച്ചുകൂടി സൂക്ഷ്മത ഉണ്ടാവും. അയാൾ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ പലിശ ഉണ്ടെങ്കിൽ മാറി നിൽക്കാൻ ശ്രമിക്കും. അല്ലാത്തവനൊക്കെ കണക്കാ. എവിടെയാണോ കൂടുതൽ ലാഭം കിട്ടിയാലേ അവിടെ എവിടേക്കാണോ ലോൺ കൊടുക്കുക അവിടെയൊക്കെ ഓടിച്ചെല്ലും മറ്റവൻ. എല്ലാ കെണിയിലും പോയി ചാടും. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇടങ്ങേറോ, മറ്റവൻ അവിടുന്ന് എടുത്തിട്ടുണ്ടോ ഇവനും എടുത്തിട്ടുണ്ടോ മറ്റോടത്തും എല്ലായിടത്തും എടുത്തിട്ട് അധ്വാനിക്കുന്ന മുഴുവൻ അവിടെ അടച്ചിട്ടും തീരുന്നില്ല, കെണി ചാടും. അവൻ്റെ ദുഃഖം, ജീവിതം മുഴുവൻ ദുഃഖത്തിലായിരിക്കും. നോക്കുകൾ വെറുതെ പറയാണോ, നോക്ക്, ചിന്തിച്ചു നോക്കണ്ടേ. അത്യാർത്തി, അതിമോഹം, ഇതിങ്ങനെ അധികരിച്ചിട്ട് എല്ലാ തരത്തിൽപ്പെട്ട ദുഃഖങ്ങളുടെയും ഹേതുവായിട്ട് ഇവൻ്റെ ജീവിതം മാറിയിട്ടുണ്ടാവും. അതേ സമയത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പടച്ചറബിന് വഴിപ്പെട്ടുകൊണ്ട് ഈ ഖുർആൻ്റെ ആയത്തുകൾക്കനുസരിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചു നോക്ക്, അയാൾ അനുഭവിക്കുന്ന സൗഖ്യം അത് ഇങ്ങനെ കാണാൻ കഴിയില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അയാളുടെ കാറ് ഭയങ്കര കാറായിക്കൊന്നുമില്ല, അയാൾക്ക് കാറ് തന്നെ ഉണ്ടാവില്ല. അയാൾ നടന്നാലും അയാൾക്ക് പ്രശ്നമില്ല. നമ്മൾ ഈ നടന്ന് പോവുകയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും, അയാൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അയാൾ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന മാതിരി വലിയ ബിൽഡിങ്ങിലൊന്നും ആയിക്കില്ല, വലിയ കെട്ടിടമൊന്നും ഉണ്ടാവില്ല. മൂപ്പര് സാധാ വീട്ടിൽ, പക്ഷേ അയാൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പുറത്ത് ഭയങ്കരമായ കൊട്ടാര പോലുള്ള വീട്ടിൽ ഉറങ്ങുന്നവരെ ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥതല്ല, സമാധാനമില്ല. ഇതാണ് കൃത്യം എൻ്റെ ഹിദായത്ത് പിൻപറ്റിയാൽ. അതാണ് ഫമനിത്തബഅ ഹുദായ ഫല യളില്ലു വല യഷ്ഖ. ഹുദ, എൻ്റെ ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം, അത് നിങ്ങൾ പിൻപറ്റിയാൽ. ആരാണോ ഫമൻ ഇത്തബഅ ഹുദായ ഫല യളില്ലു വല യഷ്ഖ, അയാൾ വഴികേടിലാവുകയില്ല, വല യഷ്ഖ, പിന്നെ ദൗർഭാഗ്യവാനാവുകയില്ല. ഷഖീ സഈദിൻ്റെ ഓപ്പോസിറ്റാണ് ഷഖീ, സൗഭാഗ്യവാൻ, ദൗർഭാഗ്യവാൻ ആവുകയില്ല. വലിയൊരു ഗുണമാണത്. എന്നിട്ട് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട് ഇതിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ എന്തായിരിക്കും ഫലം എന്നാണ് ഇനി അടുത്ത ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കേൾക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച സമയത്ത് അദ്ദേഹത്തോട് അള്ളാഹു നൽകിയ കൽപ്പനകൾ, മാത്രമല്ല ആ കൽപ്പനകൾ അതിൽ നിന്ന് അദ്ദേഹത്തെ തെറ്റിക്കുവാൻ വേണ്ടി ചെകുത്താൻ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്, ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയത്, ചെകുത്താൻ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്, അങ്ങനെ ചെകുത്താൻ്റെ കെണിയിൽ പ്രലോഭനത്തിൽ അദ്ദേഹം പെട്ടുപോയതും അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയതുമൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ചെകുത്താൻ നമ്മുടെ ഒക്കെ കൂടെയുണ്ട്, കരുതിയിരിക്കുക. ആ തെറ്റുകളിൽ വീണുപോയാൽ ചെയ്യേണ്ടത് എന്താണ്, പശ്ചാത്താപം എന്താണ് എന്നുകൂടി അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പടച്ച റബ്ബ് നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ തെറ്റുകളൊക്കെ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു സഹോദരൻ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അസുഖം വന്നിട്ട് വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ശരീരവേദനയുമായി ബന്ധപ്പെട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ പലജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. അള്ളാഹു ഈ പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടുത്ത സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കടക്കണിയിലകപ്പെട്ട ആളുകളുണ്ട്. റഹ്മാൻ റബ്ബേ, അതിൽ നിന്നൊക്കെ അവർക്ക് നീ മോചനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ ചെലവഴിക്കുവാനും ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഹറാമുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ ദിവസവും പലരെയായി തിരിച്ചു വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണമേ നാഥ. അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ അല്ലാ. ഈ ദുനിയാവിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവരെ നീ സന്തോഷിപ്പിക്കണമേ നാഥ. അവരുടെ എല്ലാ ദോഷങ്ങളും നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കുക അല്ലാ. നിൻ്റെ അദാബ് ആർക്കും താങ്ങാൻ കഴിയില്ല. ആ അദാബുകളിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ.
പടച്ചറബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന وأمتنا مع الإيمان والتوبة. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين. اللهم انصر إخواننا في فلسطين. اللهم دمر أعداءنا وأعداءك الدين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.